ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് മെഡോവിക് റഷ്യൻ ഹണി കേക്കാണ്. അപ്പോൾ ഈ കേക്ക് നമ്മളധികം ഹോം ബേക്കേഴ്സൊന്നും അങ്ങനെ സെയിൽ ചെയ്യുന്നൊരു കേക്കല്ല. പിന്നെ അത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും അതങ്ങനെ പെർഫെക്റ്റായിട്ട് വരണമെന്നില്ല. പിന്നെ കുറച്ച് കോസ്റ്റ്ലിയും കൂടിയാണ് ഈ കേക്ക്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഈ കേക്കിന്. ആ തേനിൻ്റെ ടേസ്റ്റൊക്കെ മുന്നിട്ട് നിന്നിട്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ രുചി നമ്മുടെ നാവിൽ നിന്ന് പോവില്ല, അത്രയും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനും ഇത് കേട്ടിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ശരിയാവുമെന്നൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഭാഗ്യത്തിന് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിന് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല, അല്ലാതെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ കേക്കിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 എഗ്ഗാണ് കേട്ടോ ഈ കേക്കിന് ആവശ്യം. ഇതിപ്പോൾ 1 കിലോ വെയിറ്റ് വരുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണവരെ മാത്രം കറക്കിയാൽ മതി, ഒരുപാട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ടുണ്ട്, ആ എഗ്ഗിൻ്റെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കണ്ട ഇത്രയും മതി, ജസ്റ്റ് ഒന്ന് കലങ്ങി വന്നാൽ മതി. അതിനുശേഷം ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഷുഗറൊക്കെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടറും അതുപോലെ ഹണിയാണ്. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ബട്ടറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ഏകദേശം ഒരു 50 ഗ്രാം ബട്ടറൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇതും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഏകദേശം 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ, അത് തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ സാൾട്ടഡ് ആയാലും പ്രശ്നമൊന്നുമില്ല. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡാബറിൻ്റെ ഹണിയാണ് മേടിച്ചിട്ടുള്ളത്. ഇത് 100 ml ആണ് കേട്ടോ. ഇതിന് റേറ്റ് ഒരു 60 രൂപയുടെ അടുത്തേക്കേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കുപ്പി നമുക്ക് മുഴുവനായിട്ടും ഈ കേക്കിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒരു 3/4 ഭാഗത്തോളം ഇപ്പോൾ ഈ ബട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 ഭാഗം നമുക്ക് ബാക്കി കേക്കിൻ്റെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ മുഴുവൻ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് പിന്നെയും കുറച്ച് ഹണിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് വേറെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. എത്ര ഹണി ചേർത്താലും അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ബട്ടറും തേനും കൂടിയിട്ട് ഇങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഈ കാരമലൈസ് ചെയ്ത് വരുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആകെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തേനും ബട്ടറൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റായി കാരമലായിട്ട് വരണം. അപ്പോൾ അതുവരേക്കും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഇളക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിയിൽ പിടിക്കും. കരിഞ്ഞൊരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കേക്ക് ഒന്നിനും കൊള്ളില്ല കേട്ടോ. നമുക്ക് കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ആകെ നമുക്ക് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്തൊക്കെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പതഞ്ഞ് പൊങ്ങും. അതുപോലെ തന്നെ വേഗം കരിയാനും തുടങ്ങും. അപ്പോൾ ആ സമയത്തൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഈ കളറ് ഒന്നും കൂടെ ഡാർക്ക് ഷെയ്ഡിലേക്ക് വരണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതിവിടെ വെച്ചിട്ട് വേറെ എങ്ങോട്ടും മാറിപ്പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക.
ഇവിടെ മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ, പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എല്ലാവർക്കും പ്രശ്നം പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കുക. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്, കണ്ടോ, ഈ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്താലും നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഈ പാത്രത്തിൻ്റെ ചൂട് വെച്ചിട്ട് പിന്നെയും ഇതിങ്ങനെ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മൾ കുറേ സമയം ഇതിൻ്റെ ചൂടൊന്ന് വിടുന്ന വരെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. മുട്ട ചേർക്കുമ്പോഴും നമ്മൾ കണ്ടിന്യൂസ് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ആകെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുട്ട കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതോടുകൂടി തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അങ്ങനെ ഇത് മുഴുവനും മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ചൂട് നല്ല കുറവാണ്, പക്ഷെ എന്നാലും നമ്മൾ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് വേഗം കട്ട പിടിച്ചു തുടങ്ങും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കുക. ഇപ്പോൾ മുട്ട എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, കളറ് കണ്ടില്ലേ, അത്യാവശ്യം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 1.5 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ അത് കുറച്ചായിട്ട് അരിപ്പയിലൂടെ ഇട്ടിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ചിട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ബാക്കി പകുതി ഇടുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ചേർത്തിട്ടുള്ളത്. മൊത്തം 1.5 കപ്പ് മൈദയാണ് കേട്ടോ ആവശ്യം. അതിനുശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് തന്നെ മൈദയൊക്കെ മിക്സാക്കി കൊടുക്കുക. കൈ വെച്ച് കുഴക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, പക്ഷേ കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കും, നമുക്ക് കുഴയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പാച്ചുല വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ട്. കണ്ടില്ലേ, ഇനി ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ഇത് ഇപ്പം നമുക്ക് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് തൊട്ട് കഴിഞ്ഞാലൊക്കെ ആകെ കയ്യിൽ പശ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി സമയം ഇതൊന്ന് ക്ലീൻ റാപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ചീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് അല്ല ചെയ്യുന്നത്, ലെയറിൽ ക്രീം ചീസ് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീം ചീസ് ആണെങ്കിൽ അതായാലും എടുക്കാം. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്ററിൻ്റെ അടുത്ത് പാലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിനൊന്ന് പിരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈം ജ്യൂസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈം ജ്യൂസ് ചേർക്കുമ്പോൾ ക്രീം ചീസിനായിട്ടാണെങ്കിൽ പാല് നന്നായിട്ട് തിളച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതല്ല നമ്മുടെ മറ്റേ സാധാരണ ചീസ് ഉണ്ടല്ലോ, മൊസറല്ല ചീസൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ പാലത്ര തിളച്ച് വരേണ്ട ആവശ്യമില്ല, ചൂടാകുമ്പോൾ തന്നെയാണ് നമ്മൾ പിരിച്ചെടുക്കുക അല്ലേ. ഇപ്പോൾ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ. പാലൊക്കെ നന്നായിട്ട് തന്നെ പിരിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ ആവണം. നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് മുകളിൽ ഞാനൊരു കോട്ടൻ്റെ തുണിയും കൂടിയും വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണിയും കൂടിയും വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കളയുക. ഈ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്.
അതിനുശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിത് ക്രീം ചീസ് ഉണ്ടാക്കാനായിട്ട്. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം, അരമണിക്കൂറിൻ്റെ അടുത്ത് വെക്കാം. ഇനി കേക്കിന് വെറ്റ് ചെയ്യാനായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. പിന്നെ ഈ ഹണി കേക്ക് നമ്മൾ വെറ്റ് ചെയ്യുന്നത് ഹണി സിറപ്പ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഹണി ഉണ്ടല്ലോ, അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിന് ഹണി സിറപ്പിലൊക്കെ സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. ഇനി ക്രീം ചീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് പിന്നെ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക കേട്ടോ, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡോ എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അത്യാവശ്യം തണുത്തപ്പോൾ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് കൈ വെച്ച് കുഴച്ചാലൊന്നും കയ്യിലൊട്ടി പിടിക്കുക അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. ഇനി ഇതിനെ നമുക്ക് ഒന്ന് കഷ്ണങ്ങളാക്കി വയ്ക്കാം. ഇനി ഓരോ കഷ്ണം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബോളാക്കി എടുക്കുക. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ നല്ല എളുപ്പമുണ്ട് കേട്ടോ. നമുക്ക് കയ്യിൽ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഓരോന്നായി എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ എടുക്കുക. അതിലേക്ക് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ പരത്തി എടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. ഒരുപാട് തിന്നായി പോകരുത്, അതുപോലെ ഒരുപാട് തിക്കാവരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ തന്നെ നിങ്ങൾ പരത്തിയെടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക. നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ടൊക്കെ കറക്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അധികം വേസ്റ്റാക്കാതെ തന്നെ ചെയ്യാൻ നോക്കുക. ഉണ്ട്, ഇത്രയും കിട്ടി. ഇനി നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ അവിടെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. എന്താ വെച്ചാൽ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇത് പൊങ്ങിപ്പോവും, അപ്പോൾ വീർത്ത് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. പിസ്സയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇത് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോ ബോൾസും ഓരോ പീസ് ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് കറക്റ്റ് ഷേപ്പാക്കിയിട്ട് കുത്തി വയ്ക്കുക. ഈ സമയത്തൊന്ന് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടാം. ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓവൻ ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാവാനായിട്ടൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രേയിൽ ഈ പേപ്പർ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഓവനിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബേക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 160 ഡിഗ്രിയാണ്. അതുപോലെ ടൈം 4 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ് അത്രേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുഴിഞ്ഞു പോവാണ്, അത്രയ്ക്ക് ആയിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം കൂടി വയ്ക്കാം. ആദ്യത്തേന് നമുക്കൊരു സമയം അറിയാനായിട്ടൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ഒരെണ്ണത്തിൻ്റെ സമയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ എല്ലാം വയ്ക്കാം. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് ആയപ്പോൾ എൻ്റെ ബേക്കായി വന്നിട്ടുണ്ട്. അടുത്തത് ഞാൻ വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാതും ഓരോന്നോരോന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കുറച്ച് സമയം കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്രിസ്പി ആയി പോവും, ബിസ്ക്കറ്റ് പോലെ പൊട്ടിപ്പോരും, അങ്ങനെയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാകമാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് ഒരു 4 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ മതി കേട്ടോ. അപ്പോൾ കുക്കായിട്ടുമുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്.
അപ്പോൾ നല്ല തണുപ്പുള്ള ക്രീമാണ്. ബൗൾ അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള തന്നെയാണ്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കാം. നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് ലെയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവസാനത്തെ ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് പൊടിച്ചിടാനാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ക്രീം കുറച്ചൊന്ന് വെച്ചതിന് ശേഷം ഇതിന് ഒരു ലെയർ വെക്കുക. അപ്പോൾ അത് കമഴ്ത്തി വെക്കണം കേട്ടോ. നമ്മൾ കുത്തി കൊടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് അടിയിൽ വെക്കുന്നതാണ് നല്ലത്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹണി സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഹണി സിറപ്പിൽ വെറ്റ് ചെയ്യുമ്പോൾ കഴിക്കുന്ന സമയത്ത് വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം തേച്ച് കൊടുക്കുക. ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. ഐസിങ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ക്രീം ചീസ് ഒന്നും കൂടെ ഒന്ന് സ്റ്റിഫാക്കിയതിന് ശേഷം ഈ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ലെയറിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയർ വെക്കുക. വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം പിന്നെയും ക്രീം തേക്കുക. അങ്ങനെ അങ്ങനെ നമുക്കത് ലെയർ ചെയ്തെടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ലെയറിൽ ക്രീം ചീസ് തേച്ചിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് ഹണിയും കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആകെ ആ ഒരു ബോട്ടിൽ ഹണി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വീണ്ടും വീണ്ടും ഹണിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റി ആയിരിക്കും. അല്ലാതെ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് പ്രത്യേക ഒരു സ്മെല്ലാണ്. ഈ ബേക്ക് ചെയ്തിട്ടുള്ള ഈ കേക്കിൻ്റെ ലെയറിനൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക സ്മെല്ലാണ്. നമ്മൾ സാധാരണ ബേക്കിങ്ങിന് സ്മെല്ലൊന്നുമല്ല. അതുപോലെ തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത്രയും നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാ ലെയറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റിനും ഒക്കെ നല്ലോണം തന്നെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഒരു ലെയർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അവസാനം ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നുമില്ല. ഞാൻ തലേദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നുമില്ല. അതിൻ്റെ ക്രംസൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണിത്. വേറെ നമുക്ക് ഹണി ബീസിനെയൊക്കെ ഫൊണ്ടൻറ്റിലൊക്കെ ഉണ്ടാക്കി വെച്ചാലൊക്കെ നല്ല ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കട്ട് ചെയ്തു കേട്ടോ. ഒരു ക്ഷമയുണ്ടായിരുന്നില്ല. തലേദിവസം തന്നെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ അത് കാരണം രാത്രി മുറിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ഇപ്പം നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ലെയേഴ്സൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്തത് കേട്ടോ. ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എന്താ പറയുക, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഈ കേക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.